റാഫയിലെ IDF നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഏകദേശം 200 ഹമാസ് ഭീകരരെ നാടുകടത്തുന്നതിന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സുപ്രധാന കരാറിൽ ഇസ്രായേലും അമേരിക്കയും ഒപ്പുവെച്ചു. ഹമാസിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ. എന്നാൽ നാടുകടത്തപ്പെടുന്ന വ്യക്തികളെ സ്വീകരിക്കാൻ ഒരു രാജ്യവും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും പ്രത്യേക ദൂതനുമായ ജാരഡ് കുഷ്ണറുമായി ജെറുസലേമിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ തീരുമാനം. ഹമാസിനെ നിരായുധീകരിക്കുക, ഗാസയെ സൈനികവൽക്കരിക്കുക, ഗാസയിൽ ഹമാസിന് ഇനിയൊരിക്കലും ഒരു പങ്കുമില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. റാഫയിൽ കുടുങ്ങിക്കിടക്കുന്ന 200 തീവ്രവാദികളെ സംബന്ധിച്ച ഏതൊരു തീരുമാനവും ട്രംപ് ഭരണകൂടവുമായി സഹകരിച്ചായിരിക്കും എടുക്കുകയെന്നും നെതന്യാഹുവിന്റെ വക്താവ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.